എല്ലാ മനുഷ്യന്റെയും ഹൃദയത്തിലുണ്ടാകുന്നൊരു ചോദ്യമാണ്, എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാം? അതിനെന്താണ് വഴിയെന്ന് പലരും ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരു ചോദ്യത്തിന് ഒരു മറുപടിയാണ് ഇന്നത്തെ വചന സന്ദേശം. 19-ാം സങ്കീർത്തനത്തിന്റെ 14-ാമത്തെ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. സങ്കീർത്തനക്കാരനായ ദാവീദ് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് തീരുമാനിച്ചപ്പോൾ അദ്ദേഹം 2 കാര്യങ്ങൾ എടുത്തു പറയുക. 1, എൻ്റെ വായിലെ വാക്ക്. 2, ഹൃദയത്തിലെ ധ്യാനം. അത് ദൈവത്തിന് പ്രസാദമുള്ളതാകട്ടെ. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം, നിങ്ങളുടെ വായിലെ വാക്ക്, നിങ്ങളുടെ ഹൃദയത്തിലെ ധ്യാനം അത് ദൈവത്തിന് പ്രസാദമുള്ളതാണോ? ബൈബിൾ വായിക്കുന്നത്, ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് വായ് സംസാരിക്കുന്നത്. മനുഷ്യന്റെ ഹൃദയത്തിൽ 3 തരത്തിലുള്ള ചിന്തകൾ വരാറുണ്ട്. 1, മാനുഷിക ചിന്ത. 2, പൈശാചിക ചിന്ത. 3, ദൈവിക ചിന്ത. അതെല്ലാം മനുഷ്യന്റെ ഉള്ളിലുണ്ട്. മാനുഷിക ചിന്ത, ഒരു വിഷയം ഉണ്ടായാൽ ആ വിഷയത്തിന് മാനുഷികമായ ചിന്തകളിലൂടെ നമ്മൾ കടന്നു പോകും. 2, പൈശാചിക ചിന്ത. ബൈബിളിൽ വായിക്കുന്നുണ്ട്, യൂദായിൽ സാത്താൻ കടന്നു. അവൻ ദൈവത്തെ കാണിച്ചു കൊടുക്കാനായിട്ട് തീരുമാനമെടുക്കുന്നത് കാണാൻ കഴിയും. അത് അവനിലുണ്ടായ ഒരു ദുഷ്ടചിന്തയാണ്, പൈശാചിക ചിന്തയാണ്. എന്നാൽ വേറൊന്നാണ് ആത്മിക ചിന്ത. അപ്പൊ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാള് മാനുഷിക ചിന്തയെയും പൈശാചിക ചിന്തയും ജയിച്ചുകൊണ്ട് ആത്മീക ചിന്തകൾക്ക് ഏറ്റവും കൂടുതൽ സ്ഥാനം കൊടുക്കണം. അങ്ങനെ ആത്മീക ചിന്തകൾക്ക് നിങ്ങൾ സ്ഥാനം കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ദൈവശബ്ദം കേൾക്കാൻ കഴിയും, ദൈവാലോചന പ്രാപിക്കാൻ കഴിയും. നിങ്ങൾക്ക് നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്ക് അപ്പോൾ സ്തോത്രം ദൈവത്തിന് പ്രസാദമുള്ളതാകും. നല്ല വാക്ക് പറയാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരട്ടെ. ഇവിടെ നമ്മൾ പഠിക്കുമ്പം ഒരു ഭക്തന്റെ സംസാരത്തെ പോലും ദൈവം ശ്രദ്ധിക്കുന്ന ബൈബിൾ പറയുന്നത്. യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. കേട്ടോ, നിന്റെ വാക്കുകളെ ദൈവം ശ്രദ്ധിക്കുക. ഇനി ന്യായവിധിയോട് ബന്ധപ്പെട്ട് പറയുന്ന ഒരു വാക്യമുണ്ട്, മനുഷ്യൻ പറയുന്ന ഏത് നിസാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കണം. അപ്പൊ നമ്മൾ ഇവിടെ എല്ലാം പഠിക്കാൻ കഴിയുന്ന കാര്യം, നമ്മുടെ വാക്ക് ദൈവത്തിന് പ്രസാദമാകണം. നമ്മുടെ ഹൃദയത്തിലെ ധ്യാനം ദൈവത്തിന് പ്രസാദമാകണം. നമുക്കിന്നൊരു തീരുമാനമെടുക്കാം. സ്തോത്രം, ദൈവത്തിന് ഇഷ്ടമുള്ള വാക്ക് സംസാരിച്ച് ദൈവത്തെ ഹൃദയത്തിൽ ധ്യാനിച്ച് ജീവിക്കാൻ തീരുമാനിക്കണം. കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥനായ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയെ രക്ഷകനായി അംഗീകരിച്ച ഞങ്ങളുടെ ആരുടെയും നാവിൽ നിന്നും അരുതാത്തൊരു വാക്കും വരരുത്. അങ്ങക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ഞങ്ങളുടെ മനസ്സിൽ ചിന്തിക്കാതെ സംസാരിക്കാതെ കൃപയോടെ ജീവിപ്പാൻ കൃപ കൽപ്പിക്കണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാകട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിന്റെ വായിലെ വാക്കുകൾ, അതിൽ ദൈവം പ്രസാദിക്കട്ടെ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.